ഓ, ദൂതും കൊണ്ട് പിന്നെ ആളെത്തിയോ? ഇതാരാ ഒരു കൂട്ടുപ്രതി? ആദ്യം ഉണ്ടാകത്ത് ഉണ്ടല്ലോ. ഇതാരാ പുതിയൊരാള്? എന്റെ ഫ്രണ്ടാ മുത്തശ്ശി, കൃഷ്ണപ്രഭ. എന്നാ അകത്തേക്ക് ഇരിക്കാം. ആ, നിങ്ങൾ ആരും ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട. ഇവര് വന്നത് ഇവിടെ ഒന്നൊന്ന് എടുത്തോണ്ട് പോകാനോ രഹസ്യം പറയാനോ ഒന്നുമല്ല. ആദിയുടെ കൂട്ടുകാരാ. കൃത്യമായിട്ട് പറഞ്ഞ ആദി ഇവിടുന്ന് മാറി നിന്നപ്പോ അവനെ സംരക്ഷിച്ചവര്. നിങ്ങൾ വാ മക്കളെ. ഇപ്പോ നമ്മളൊന്നും ആരും അല്ലാതായി അല്ലേ ചേച്ചി? നിങ്ങളെന്താ ഇവിടെ? വരേണ്ടി വന്നു. നിങ്ങൾ സംസാരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വരാമോ തന്റെ സാമ്രാജ്യത്തിലേക്ക്? കേറി വാ. വാ. ഞാൻ ഈ വാതില് നടച്ചോട്ടെ? ആയിക്കോട്ടെ. എന്താ അസ്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. ഹൈ റേഞ്ച് മുഴുവൻ ഞങ്ങൾ പൂജ അരിച്ചു പെറുക്കി. എന്റെ പപ്പയുടെ മുഴുവൻ സോഴ്സ് ഞങ്ങൾ ഉപയോഗിച്ചു. പക്ഷെ പൂജ ഹൈ റേഞ്ചിലില്ല. പിന്നെ അവളവിടെ പോയി? അതറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവൾ അവിടെ ഇല്ല. പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവളെ കടത്തിക്കൊണ്ടു പോയതിൽ ലൂയിസ് മുതലാളിക്കും നമ്മുടെ മുതലാളിക്കും ഒരു പങ്കുമില്ല. താൻ സംശയിക്കണ്ട. പറഞ്ഞത് കൃഷ്ണപ്രഭയാണെങ്കിലും സത്യം അതാണ്. നമ്മുടെയോടുള്ള സ്നേഹം കൊണ്ട് ഇവളങ്ങനെ പറഞ്ഞതല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യം അത്. നമ്മുടെയും ലൂയിസും അല്ലാത്ത ആരോ ഒരാള് അവളെ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു. ആരാവോ അങ്ങനെ ഒരാൾ? ഇനി നമ്മൾ അതുമാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? മുത്തശ്ശിയോ? എന്താ മക്കളെ വാതിലൊക്കെ അടച്ചിട്ടിട്ട്? എന്തെങ്കിലും സീരിയസ് ആയിട്ട് പ്രശ്നമുണ്ടോ? ഒന്നുമില്ല മുത്തശ്ശി. പൂജയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ ഞങ്ങള്. അതിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുമായിട്ട് വന്നതാ. എന്നിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഉണ്ട് മുത്തശ്ശി, ഞങ്ങൾ ഉടനെ അവളെ കണ്ടുപിടിക്കും. എങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്റെ കുട്ടി അത്രയ്ക്ക് അവളെ സ്നേഹിക്കുന്നുണ്ട്. ചായ കുടിക്കേ. എന്റെ പ്രായമൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും ഈ മുത്തശ്ശി ഉണ്ടാവും. അവളെ കണ്ടുകിട്ടിയ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം. ആ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. എനിക്കും അവളെ അത്രയ്ക്കിഷ്ട. ആരും കൊതിച്ചു പോകുന്ന അമ്പോറ്റി കുട്ടിയല്ലേ അവള്.